ഇന്നൊരു പരീക്ഷണമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. എൻ്റെ കയ്യിൽ കണ്ടോ ഒരു പഴയ സെറ്റും മുണ്ടാണ് കേട്ടോ. അത്യാവശ്യം നല്ല പഴക്കമുണ്ട് അതിന്. അപ്പോൾ അതൊരു മൂലക്കിലിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓണക്കല്ലേ വരുന്നത്, നമുക്ക് ഡ്രസ്സിനൊക്കെ ആവശ്യമുണ്ട്, അപ്പോൾ നമുക്കിതിലൊരു പരീക്ഷണം ചെയ്യാന്നുള്ളത്, അതായത് ഒരു മേക്ക് ഓവർ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഏറ്റവും പഴയതെടുത്തത് ഫ്ലോപ്പായാലും പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ ഉള്ളിൻ്റെ ഉള്ളിലൊരു പ്രാർത്ഥന ഉണ്ട്, ഈശ്വര ഫ്ലോപ്പ് ആവരുത്, നല്ല അടിപൊളിയായിട്ട് കിട്ടണേന്ന്. എന്തായാലും നമുക്ക് നമ്മുടെ പരീക്ഷണത്തിലേക്ക് പോവാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ പകുതി എടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് വെജിറ്റബിൾ പ്രിൻറ്റിങ് ആണ് കേട്ടോ ഞാൻ ഉദ്ദേശിക്കണത്. അപ്പോൾ ഒരു കുപ്പിയുടെ അടപ്പെടുത്തിട്ട് ആ ഒരു ഉരുളക്കിഴങ്ങിലേക്ക് നല്ല അമർത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഒരു വട്ടം ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ മുറിച്ച വട്ടം ത്രികോണമായി പോകുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഷേപ്പ് ഉണ്ടാക്കി. ഇനി കുഞ്ഞ് കത്തി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ സുഖമായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഒരു കത്തി എടുത്തിട്ട് ഇതേമാതിരി വട്ടത്തിലെടുത്ത് ഷേപ്പ് ചെയ്ത് കൊണ്ടുവരികയാണ്. അടുത്തത് എൻ്റെ ഒരു ഉദ്ദേശം ഇതിലൊരു ഫ്ലവർ വരച്ചു കൊടുക്കുക എന്നാണ്. പിന്നെ എനിക്ക് അതിന് മാത്രം കഴിവുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് അത്ര പെർഫെക്റ്റ് ആവില്ലെങ്കിലും ഞാൻ എൻ്റെ ബെസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നന്നായി ഇങ്ങനെ വെജിറ്റബിളിൽ പൂവൊക്കെ വരച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ റിസൾട്ട് അമേസിങ് ആവും കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് ഒരു ഏകദേശം ഒരു വട്ടത്തിൽ എടുത്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനതിലൊക്കെ ഒരു പൂവൊക്കെ വരച്ചു നോക്കാനൊക്കെ ശ്രമിച്ചു നോക്കി, പക്ഷേ അട്ടർ ഫ്ലോപ്പായിരുന്നേ. അവസാനം ഞാനിതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ വി ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഏകദേശം ഒക്കെ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പാക്കി മാറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല കണ്ടപ്പോൾ. പിന്നെ ഇതിൻ്റെ നടുക്ക് ഞാനൊരു വട്ടമൊക്കെ വെച്ചിട്ട് ഒരു റൗണ്ടൊക്കെ ഉണ്ടാക്കി കൊടുത്തേ. ഇനി നമുക്ക് ന്യൂസ് പേപ്പർ വേണം കേട്ടോ. അപ്പോൾ അതേ ഞാനിവിടെ ഒരു ന്യൂസ് പേപ്പർ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഓരോ പീസുകൾ എടുത്തിട്ട് നമുക്ക് മേശയുടെ മേലെയോ കട്ടിലിൻ്റെ മേലെയോ അല്ലെങ്കിൽ നിലത്തോ നമുക്കൊന്ന് വിരിച്ചു കൊടുക്കാം. ഏറ്റവും ബെസ്റ്റ് നിലത്ത് വിരിക്കുകയാണ് കേട്ടോ. ഞാൻ എൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ബെഡിൽ വിരിച്ചു എന്നുള്ളൂ. ബെറ്റർ നിലത്താണ് കേട്ടോ. അപ്പോൾ അത് വിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സെറ്റ് മുണ്ട് എടുത്തിട്ട് വരാം. അപ്പോൾ സെറ്റ് മുണ്ടിൻ്റെ മുണ്ടാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മളിങ്ങനെ ഉടുക്കുമ്പോൾ ഇങ്ങനെ വരുന്ന ഈ ഭാഗമാണ് കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് എടുക്കുക. എന്നിട്ട് നമ്മൾ വിരിച്ച് വെച്ചിട്ടുള്ള ന്യൂസ് പേപ്പറിൻ്റെ മേലോട്ട് അതൊന്ന് വിരിച്ചു കൊടുക്കുക കേട്ടോ. ന്യൂസ് പേപ്പർ അടിയിൽ വെക്കുന്നത് എന്താ വെച്ചാൽ നമ്മളിനി പെയിൻറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആക്ലറിക്കിൻ്റെ റെഡ് കളർ എടുത്തിട്ട് ഒരു 2-3 ഡ്രോപ്പ് വെള്ളത്തിലൊന്ന് ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ അച്ച് അതിലോട്ട് മുക്കിയിട്ട് നമ്മളിങ്ങനെ ഓരോന്നായിട്ട് പ്രിൻറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതേമാതിരി ഞാൻ പ്രിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പേപ്പർ നിലത്ത് ഇങ്ങനെ അതിൻ്റെ അടിയിൽ വെച്ചത് എന്താണെന്ന് വെച്ചാൽ പെയിൻറ്റ് അടിയിലേക്ക് നന്നായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് പോകും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതേ നന്നായി പ്രിൻറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു കേട്ടോ. ഫസ്റ്റ് അറ്റംപ്റ്റ് ആണല്ലോ. അപ്പോൾ അതാ ഏകദേശം ഇങ്ങനെ നമ്മൾ പ്രിൻറ്റ് ചെയ്തെടുത്തു. പിന്നെ രണ്ടാമത് ഞാൻ വെള്ളം ചേർത്തപ്പോൾ കുറച്ചൊന്ന് കൂടിപ്പോയി കേട്ടോ. അതൊന്ന് പരന്നു പോയത്. പിന്നെ അത് നമ്മൾ ഉള്ളിലേക്ക് ടക്ക് ചെയ്യാനുള്ളത് കൊണ്ട് വലിയ പ്രശ്നമില്ല. അപ്പോൾ അതാ മുണ്ട് ഫുൾ സെറ്റായിട്ടുണ്ട്. അടുത്തത് പേപ്പർ ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ കാണിക്കാൻ വിട്ടു. അടുത്തത് നമ്മുടെ നേരിയതാണ്. നേരിയതിൻ്റെ 4 പുറവും ഞാൻ ഇതേമാതിരി അച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ പ്രത്യേകം പറയുകയാണ്, വെള്ളം ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക. വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലവർ പരന്ന് ഇതായി പോകും കേട്ടോ. അപ്പോൾ ഇതാ രണ്ടും ഞാൻ ഇവിടെ പ്രിൻറ്റ് ചെയ്തെടുത്തിട്ട് ഒന്ന് ഉണക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പെയിൻ്റ് ആയ കാരണം കൊണ്ട് നമ്മൾ വളരെ സൂക്ഷിച്ചിട്ട് വേണം കേട്ടോ ഇടാൻ. അതുകൊണ്ട് അവിടെയും ഇവിടെയൊക്കെ ചെറിയ കുത്തുകളായിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഉണങ്ങിയപ്പോൾ ഞാനത് നന്നായി അയൺ ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ, നല്ല ഇഷ്ടമായി. ഇനി ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് കണ്ടാലോ? അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. പിന്നെ ആദ്യമായിട്ട് ചെയ്യുന്നതിൻ്റെ കുറച്ച് അപാകതകളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ എനിക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. ഇഷ്ടമായ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ ബൈ, സീ യു.